നമ്മൾ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അടികളും ഒക്കെ പലയിടങ്ങളിലായി തുടരുന്നുണ്ട്. അതിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. ഇടുക്കിയിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അടിമാലിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷൻ സീറ്റ് പേയ്മെന്റ് സീറ്റാക്കി മറ്റൊരാൾക്ക് വിറ്റു എന്നാണ് ആരോപണം. മുഹമ്മദ് ആഷിഖിലേക്ക് വരാം. അപ്പൊ എന്തായാലും കോൺഗ്രസിൽ നേരത്തെ തന്നെ ഇടുക്കി കോൺഗ്രസിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങളും ഭിന്നതയൊക്കെ ഉണ്ട്. അവിടെ മുസ്ലിം ലീഗിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പേയ്മെന്റ് സീറ്റാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, നേരത്തെ തന്നെ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇപ്പോൾ സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താണ് പോസ്റ്ററിൽ പറയുന്നത്? ജിൽസി സൈഫുദ്ദീൻ, ഇടുക്കിയിലെ കോൺഗ്രസിന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഇതേവരെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്നലെ ഏതാണ്ട് 12 ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിന് 7 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിക്കാനായിരുന്നുള്ളൂ. അതിൽ 5 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള തീരുമാനം DCC KPCCക്ക് വിടുകയായിരുന്നു. ഈ 5 സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് അടിമാലി സീറ്റ്. അടിമാലി സീറ്റിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമതരുടെ ഒരു പൊട്ടിപ്പുറപ്പെടൽ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ അടിമാലി ടൗണിൽ നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ജില്ലാ നേതൃത്വത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആ ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാൻ വേണ്ടി പണം വാങ്ങിയിട്ടുണ്ട് എന്ന പേരിൽ ആണ് ഈ പോസ്റ്ററുകൾ വന്നിട്ടുള്ളത്. നിലവിൽ അടിമാലി ഡിവിഷനിലേക്ക് പരിഗണിക്കുന്നത് അനിൽ തറനിലം എന്നു പേരുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള SNDPയുടെ പ്രവർത്തകനും വെള്ളാപ്പള്ളിയുടെ അടുത്ത ആളുമായിട്ടുള്ള SNDP നേതാവിനെയാണ്. അയാളെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അടിമാലിയിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രചരണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് DCC ഇതുവരെ എത്തിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും അനിൽ തറനിലത്തെ അടിമാലി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്താൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. ആ അതൃപ്തി, ആ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ ഈ അടിമാലി ടൗണിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ഇത്തരം പോസ്റ്ററുകളിൽ ഉള്ളത് എന്നുള്ളതാണ്. അതേസമയം മറ്റ് ഡിവിഷനുകളിലും വലിയ വിമതശല്യം ഇടുക്കിയിലെ കോൺഗ്രസ് നേരിടുന്നുണ്ട്. കരിമണ്ണൂരിലും പൈനാവിലുമൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിമത നീക്കമുണ്ടാകും, വലിയ പൊട്ടിത്തെറി ഉണ്ടാകും, വലിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടാണ് അനന്തമായി നിലവിൽ ബാക്കിയുള്ള 5 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് നീണ്ടുപോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് KPCC ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കുന്നത്. DCC ഇന്ന് ഉച്ചയോടുകൂടി വീണ്ടും ഒന്നുകൂടി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ അന്തിമ തീരുമാനമാകും, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ എന്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി എന്നുണ്ടെങ്കിൽ തന്നെയും ഉറപ്പായും വിമത നീക്കവും പൊട്ടിത്തെറിയും ഇടുക്കിയിലെ കോൺഗ്രസിൽ ഉണ്ടാകും. അത് UDFനുള്ളിൽ തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. സൈഫുദ്ദീൻ, ജിൽസി.